കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സ്വർണ്ണവേട്ടയുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴായി കേൾക്കുന്നുണ്ട്. ഇക്കുറി യാത്രക്കാരിൽ നിന്നും പിടികൂടിയത് 1 കോടി രൂപയുടെ സ്വർണമാണ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. മലപ്പുറം നടുവട്ടം സ്വദേശി നൌഫലാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത്. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് നൌഫലിനെ പിടികൂടിയത്. മലപ്പുറത്ത് നിന്നും മുബഷീർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വലിയ തോതിലുള്ള സ്വർണം ഇന്നിപ്പോൾ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് ലഭിച്ച ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് മലപ്പുറം നടുവട്ടം സ്വദേശിയായിട്ടുള്ള നൌഫൽ 31 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിനെ സ്വർണവുമായിട്ട് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മസ്കറ്റിൽ നിന്നാണ് എത്തിച്ചേർന്നത്. ഇയാൾ ഈ വിധത്തിൽ സ്വർണം കടത്തുന്നതായിട്ടുള്ളൊരു വിവരം കസ്റ്റംസിൽ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മസ്കറ്റിൽ നിന്നും കരിപ്പൂരിൽ വിമാനമിറങ്ങിയ സമയത്ത് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിൽ ഉൾപ്പെടെ അസ്വാഭാവികത തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നു. ഇയാൾ സ്വർണം കടത്തിയ വിവരം സമ്മതിക്കുന്നില്ല. വിശദമായ പരിശോധനയിലാണ് ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും സ്വർണ്ണക്കട്ടി കസ്റ്റംസ് കണ്ടെടുക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണ്ണമാണ് ഇന്നിപ്പോൾ കസ്റ്റംസ് കണ്ടെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾ കൊണ്ടുവന്ന സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് സ്വീകരിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത്. അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമായി തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര വലിയ തോതിൽ കസ്റ്റംസിന്റെ ഒരു സ്വർണ്ണവേട്ട കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതിന്റെ ഉറവിടം ഇപ്പോഴും കസ്റ്റംസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പുതിയൊരു കേസ് കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിമാനത്താവളം കേന്ദ്രീകരിച്ചൊരു ലോബി തന്നെ സ്വർണ്ണക്കടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതേസമയം വിമാനത്താവളത്തിന് പുറത്ത് പോലീസിന്റെയും കരിപ്പൂർ എയ്ഡ് പോലീസിന്റെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണങ്ങൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിമാനത്താവളം വഴി MDMA കടത്തിയ കേസിൽ ഒരു പ്രതിയെ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് മലപ്പുറം SP ഡാൻസ് ഓഫ് പിടികൂടിയിരുന്നു. സ്വർണവും പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിമാനത്താവളത്തിന് പുറത്തും അകത്തും ഒരു ഭാഗത്ത് കസ്റ്റംസും മറുഭാഗത്ത് പോലീസും ശക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഒരു സംഘങ്ങളെ പിടികൂടാൻ ഭാഗത്തുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കസ്റ്റംസും പോലീസും അറിയിക്കുന്നത്. മലപ്പുറത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ.